ആമിയുടെ വീട്ടിൽ നിന്ന് വിരുന്നിന് വിളിക്കാൻ ആളെത്തി. എന്നാൽ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് രോഹിത് പറഞ്ഞു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. എന്നാൽ ആമി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലിരുന്നു. മോനെ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ വിശ്വാസപ്രകാരം കല്യാണപ്പെണ്ണിനെ കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല ഇടിയിച്ച ശേഷമേ നാടിന് വെളിയിലേക്ക് അയക്കാൻ പാടുള്ളൂ എന്നൊരു കാരണവർ പറഞ്ഞു. അത് കേട്ട് അയാളെ നോക്കി അവൻ പറഞ്ഞു, പെണ്ണിനെ കൂടെ കൊണ്ടുപോയാലല്ലേ ഈ ആചാരമൊക്കെ? ഞാൻ മാത്രം പോകുന്നതിന് ഈ പ്രശ്നമില്ലല്ലോ. രോഹിത്, നീ എന്താ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞ ഉടൻ പെണ്ണിനെ ഇവിടെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലക്ഷ്മി ചോദിച്ചു. എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന അർത്ഥം. അതുമാത്രമല്ല, ഞാൻ അവിടെ താമസ സൗകര്യമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ ഇവളെ കൂടെ കൊണ്ടുപോകും? രോഹിത് ചോദിച്ചു. എന്താ ഇതൊക്കെ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? മറുത്തൊന്നും ചോദിക്കാതെ ഞങ്ങളുടെ മകളെ ഇവിടേക്ക് കല്യാണം കഴിച്ചയച്ചത്. ഇപ്പൊ പയ്യനിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? സങ്കടത്തോടെ ആമിയുടെ അച്ഛൻ ചോദിച്ചു. ശേഖര, ഞാൻ അവനോട് സംസാരിക്കാം. ഇനി മുതൽ ആമി നിങ്ങളുടെ മകള് മാത്രമല്ല, ഞങ്ങളുടെ വീടിന്റെ മഹാലക്ഷ്മി കൂടിയാണ്. അവളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെക്കാളും ഞങ്ങൾക്ക് ശ്രദ്ധയുണ്ട്, ശങ്കരനാരായണൻ പറഞ്ഞു. ഇനി എന്ത് സംസാരിക്കാനാണ്? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ, അതിലൊരു മാറ്റവും ഇല്ല, രോഹിത് പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മാറി മാറി സംസാരിച്ചു. അവിടെ നല്ല ബഹളമായി. ഒന്ന് നിർത്താമോ? രോഹിത് പറഞ്ഞു. അവന്റെ ശബ്ദം ഉയർന്നപ്പോൾ എല്ലാവരും ശാന്തരായി. രോഹിത് എന്ന് ശങ്കരനാരായണൻ പറയാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു. ഒരു മിനിറ്റ് മുത്തച്ഛ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനും എന്റെ ഭാര്യയുമാണ്. അവൾ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ കൊണ്ടുപോകും, രോഹിത് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ആമിയെ നോക്കി. എന്നാൽ അവളാകട്ടെ ഒരു കുട്ടിയുടെ കൂടെ ഐസ്ക്രീമും കഴിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനൊരു മന്ദബുദ്ധിയാണോ എന്റെ തലയിൽ കെട്ടിവെച്ചത്? രോഹിത് തലയ്ക്ക് കൈവച്ചു. പിന്നെ അവളുടെ അടുത്ത് പോയി പറഞ്ഞു. ഇത് നോക്ക്, ഞാൻ നിന്നോട് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു 6 മാസം ടൈം എനിക്ക് വേണം. അവിടെ ഒരു വീട് നോക്കണം. പിന്നെ അവിടെ എല്ലാം സെറ്റിൽ ചെയ്താൽ മാത്രമേ എനിക്ക് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയൂ. അതല്ല, ഇപ്പോ തന്നെ നിനക്ക് എന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോകാം. പക്ഷേ അവിടെ ഒരു സൗകര്യം ഉണ്ടാകില്ല. ഇവിടെയാണേൽ നിനക്ക് മുത്തശ്ശന്റെയും അമ്മയുടെയും കൂടെ ഫ്രീ ആയിരിക്കാം, അവൻ പറഞ്ഞു. ഇത് കേട്ട് അവിടെ നിന്ന് എണീറ്റ് എല്ലാവരെയും നോക്കി അവൾ പറഞ്ഞു. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, ഞാൻ കൂടെ പോകുന്നില്ല. ആമി എന്ന് പറഞ്ഞ് അവളുടെ അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞില്ലേ, ഞാൻ അപ്പൊ പൊയ്ക്കോളാം. കേട്ടല്ലോ, ഇനി ഞാൻ പോകുന്നതിൽ ആർക്കും പ്രോബ്ലം ഇല്ലല്ലോ? ചുറ്റിലും നിന്നവരെ നോക്കി രോഹിത് ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ എല്ലാവരും മിണ്ടാതിരുന്നു. ഞാൻ ഇറങ്ങുവോ എന്നു പറഞ്ഞ് ആമിയെ പോലും നോക്കാതെ അവന്റെ മുറിയിൽ നിന്നും ബാഗും എടുത്ത് അവൻ പോയി. നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പോ മോനെ, ലക്ഷ്മി പറഞ്ഞു. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തേലും ഉണ്ടേൽ ഞാൻ ഫോണിൽ പറഞ്ഞോളാം എന്നു പറഞ്ഞ് അവൻ തിരുവനന്തപുരത്തേക്കുള്ള ബസ് കയറി. എന്തോ കാരണം കൊണ്ട് ആമയുടെ മുഖത്ത് അവന് നോക്കാൻ കഴിഞ്ഞില്ല. എതിർത്ത് സംസാരിച്ചിരുന്നേൽ നേർക്ക് നേർ നിന്ന് സംസാരിച്ചേനെ അവൻ. എന്നാൽ അവളുടെ മൗനം അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അതേസമയം അവളോട് ദേഷ്യവും വന്നു. എന്തായാലും 6 മാസം എന്നല്ല 6 വർഷമായാലും അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോണില്ല. അതുകൊണ്ടാണ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വന്നത്. വീട്ടിലിരുന്നവരെല്ലാം അവളെയാണ് കുറ്റപ്പെടുത്തിയത്. നിർത്ത്, അതിനിപ്പോൾ ഇവിടെ എന്തുണ്ടായി? അവൾ അവളുടെ ഭർത്താവിന് വേണ്ടിയല്ലേ സംസാരിച്ചത്? ഇതവരുടെ രണ്ടുപേരുടെയും ജീവിതമല്ലേ, അവർ തന്നെ തീരുമാനിച്ചോളൂ. ഇപ്പോ അവളെ ശല്യപ്പെടുത്താതെ എല്ലാവരും പൊയ്ക്കോ, ശങ്കരനാരായണൻ പറഞ്ഞു. ഇത് കേട്ട് ബാക്കിയുള്ളവർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. എല്ലാവരും പോയ ശേഷം മുത്തച്ഛൻ, എന്തിനാ മോളെ നീ അവനെ തനിയെ പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചു. ഇത് ഞങ്ങളുടെ ജീവിതമാണെന്നല്ലേ മുത്തച്ഛ പറഞ്ഞത്? അപ്പോൾ ഞങ്ങളല്ലേ അത് നോക്കേണ്ടത്? അതും പോരാഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞില്ലേ? ഒരു പ്രശ്നവും ഇല്ല മുത്തച്ഛ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അവൻ 6 മാസം കഴിഞ്ഞ് വരുമെന്ന് എനിക്ക് ഉറപ്പില്ല മോളെ എന്ന് വിഷമിച്ചുകൊണ്ട് മുത്തച്ഛൻ സ്വയം പറഞ്ഞു. അതിനുശേഷം ഇടയ്ക്കൊരു നാൾ നാട്ടിൽ വന്ന കാര്യം അവൻ അമ്മയോട് പറഞ്ഞിരുന്നു. അത്രമാത്രം. പിന്നെ അവൻ വിളിച്ചിട്ടേയില്ല. ലക്ഷ്മിയാണ് രോഹിത്തിന്റെ നമ്പർ ആമയ്ക്ക് കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷേ ഫോൺ വിളിക്കാൻ അവൾക്കൊരു മടി. അവളെ വിളിക്കാതെ അവളെങ്ങനെയാ അങ്ങോട്ട് വിളിക്കുക എന്ന് തോന്നൽ. എന്നാൽ ലക്ഷ്മി നിർബന്ധിച്ചപ്പോൾ കോൾ ചെയ്തു. ഹലോ, ഞാൻ ആമിയാണ്. അവൾ സംസാരിക്കുന്നതിനു മുന്നേ അവൻ പറഞ്ഞു. ഞാൻ ജോലി തിരക്കിലാണ്, വെറുതെ വിളിച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. എന്തു പറ്റി മോളെ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ലക്ഷ്മി വിഷമത്തോടെ ചോദിച്ചു.
അതമ്മേ, എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. ആരോ വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തു. വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ആമിയുടെ തലയിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു, നിന്റെ നല്ല മനസ്സിന് എല്ലാം വേഗം ശരിയാവും. ദേഷ്യപ്പെട്ടിരിക്കുന്ന രോഹിത്തിനെ നോക്കി അശോക് ചോദിച്ചു, എന്തുപറ്റി രോഹിത്? എന്തിനാ ഇത്രയും ടെൻഷൻ? ഇത് കേട്ട് ദേഷ്യത്തിൽ രോഹിത് പറഞ്ഞു, എല്ലാം നീ കാരണമാണ്. നിന്നോടാരാ പറഞ്ഞത് ഇത്രയും വലിയ തുക പലിശയ്ക്ക് വാങ്ങാൻ? എന്താ രോഹിത് ഇത്? ആ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ പോലും നീ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇതിപ്പോൾ എന്തുപറ്റി? ആശങ്കയോടെ അശോക് ചോദിച്ചു. എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ വെറുതെ വിട്ടെ. ഇതും പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോയി. ഇനി വേറെ എവിടെന്നെങ്കിലും കാശ് വാങ്ങി പെട്ടുകാണുമോ? അശോക് ആലോചിച്ചു. പിന്നീട് ഒരാഴ്ചയോളം രോഹിത് ഒരുമാതിരി പെരുമാറി. പിന്നെ സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോ അതിൽ ബിസിയായി. ആമിയെ മാത്രമല്ല, അവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പോലും അവൻ മറന്നുപോയി. അന്ന് ഫോണിൽ വഴക്ക് കിട്ടിയതിനു ശേഷം ആമി അവനെ വിളിച്ചിട്ടേയില്ല. അവൻ വീട്ടിലോട്ട് വിളിക്കുന്നത് വരെ നിർത്തിയിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് ചുറ്റുമുള്ളവർക്ക് ഇവരുടെ ജീവിതം എന്താകും എന്നുള്ള സംശയമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതനുസരിച്ച് സെമസ്റ്റർ എക്സാമും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ അവനോട് വന്ന് ഇനി എന്തൊക്കെ പഠിക്കാം, ഏതൊക്കെ ജോലിക്ക് പോകാം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന അശോക്, എന്താ രോഹിത്, നീ നാട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല അശോക്, ഒരു കോച്ചിങ് സെന്റർ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതിന്റെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നില്ല, രോഹിത് പറഞ്ഞു. സോറിടാ, എനിക്ക് വേണ്ടി നീ എവിടെന്നെങ്കിലും കടം വാങ്ങിയോ? അത് തിരിച്ചു കൊടുക്കാനാണോ നീ ഇങ്ങനെ നാട്ടിൽ പോലും പോകാതെ കഷ്ടപ്പെടുന്നത്? ഇത്രയും നാള് മനസ്സിൽ കൊണ്ട് നടന്ന സംശയം അശോക് ചോദിച്ചു. അങ്ങനെ ഒന്നുമല്ലടാ, നാട്ടിലെ അമ്മയുടെ പേരുള്ള കുറച്ച് സ്ഥലം വിറ്റു. സോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അത്രയുള്ളൂ. അതുമാത്രമല്ല, കുറെ നാളായി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന് ടൈം ആയത്. പകുതി സത്യം മറച്ചുവെച്ച് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നിൽക്കാം, അശോക് പറഞ്ഞു. എന്തിനാടാ അത്? നീ നാട്ടിൽ പോകാൻ ഒരുങ്ങിയതല്ലേ, രോഹിത് പറഞ്ഞു. എന്തായാലും 2 ആഴ്ചയെ ലീവുള്ളൂ. അത് കഴിഞ്ഞാൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും കോളേജിലേക്ക് വരാൻ പറയും. സോ സെമസ്റ്റർ ലീവ് ആകുമ്പോൾ പോകാം. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം, അശോക് പറഞ്ഞു. അങ്ങനെ അശോകും രോഹിത്തും ചേർന്ന് കോച്ചിങ് സെന്റർ തുടങ്ങാനുള്ള വഴികൾ ആരംഭിച്ചു. അതിനിടയിൽ ആമിയെ രോഹിത് പൂർണ്ണമായും മറന്നുപോയി. ആമി എന്താണ് ചെയ്യുക? അവൾ എന്ത് തീരുമാനം എടുക്കും? ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് കോച്ചിങ് സെന്ററും വളർന്നു വന്നു. അവന്റെ കോളേജിലെ സ്റ്റുഡൻസും അവിടെ വന്നു പഠിക്കാൻ തുടങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന് നല്ല സ്വീകാര്യതയും ലഭിച്ചു. നീറ്റ് കോച്ചിംഗ് മുതൽ IIM പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള എൻട്രൻസ് കോച്ചിംഗ് വരെ അവിടെ നൽകിയിരുന്നു. അവധി ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. രോഹിത് ഇതിൽ തന്നെ പൂർണ്ണമായി മുഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും 3 മാസം കഴിഞ്ഞിരുന്നു. കോച്ചിംഗ് സെന്ററിന് 2 ആഴ്ച അവധി കൊടുത്തു. അശോക് മാത്രമല്ല, മറ്റു ചിലരും അവിടെ ജോലി ചെയ്തിരുന്നു. കോളേജ് തുറക്കാൻ ഇനി 3 ദിവസം മാത്രം ഉള്ളതിനാലാണ് രോഹിത് ഈ തീരുമാനം എടുത്തത്. മറ്റുള്ളവർ പോയപ്പോൾ അശോകും രോഹിത്തും അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. അശോക് 4ാമത്തെ നിലയിലും രോഹിത് 5ാമത്തെ നിലയിലുമായിരുന്നു താമസിച്ചിരുന്നത്. 2 മുറിയുള്ള ഫ്ളാറ്റ് ആയിരുന്നെങ്കിലും രോഹിത്തിന് ഒറ്റയ്ക്ക് കഴിയുന്നതായിരുന്നു താല്പര്യം. എന്നാൽ അശോക് അങ്ങനെയല്ല. ലീവുള്ള ദിവസങ്ങളിൽ രോഹിത്തിന്റെ കൂടെ നിൽക്കും. ഡേയ്, നിന്റെ ഫ്ലോർ 4 അല്ലേ, പിന്നെന്തിനാ എന്റെ കൂടെ വരുന്നത്? രോഹിത് ചോദിച്ചു. നീ ഒറ്റയ്ക്ക് നിന്റെ റൂമിൽ എൻജോയ് ചെയ്തോ, ഞാനൊരു മൂലക്കിരുന്ന് സിനിമ കണ്ടോളാം. അതിന് നിനക്കെന്താ പ്രശ്നം? അശോക് ചോദിച്ചു. കോളേജിൽ മാത്രമാണ് അശോക് രോഹിത്തിനെ പേടിക്കൂ. അതൊഴിച്ചാൽ അവന്റെ നല്ല സുഹൃത്താണവൻ. ആരെയും കൂടെ കൂട്ടാത്ത രോഹിത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് അവന് വലിയ ഇഷ്ടമാണ്. അതുമാത്രമല്ല, രോഹിത് എത്ര ഓടിച്ചാലും അതൊന്നും വകവെക്കാതെ അവന്റെ പിറകെ വരും അശോക്. അതുകൊണ്ട് തന്നെ രോഹിത്തും അശോകിന്റെ ശല്യം സഹിക്കാൻ പഠിച്ചിരുന്നു. എന്നാലും പലപ്പോഴും ദേഷ്യപ്പെട്ട് വഴക്കു പറയും. നിന്നെ നന്നാക്കാൻ കഴിയില്ല, നീ എന്തിനാ ഫ്ളാറ്റിന് വാടക കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതും പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത് വാതിൽ തുറന്നു. നീ യെസ് എന്നൊരു വാക്ക് പറഞ്ഞു നോക്ക്, അപ്പോൾ തന്നെ ആ ഫ്ളാറ്റ് ഒഴിവാക്കി ഇവിടെ വന്ന് ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്നും പറഞ്ഞ് ഹാളിലെ സോഫയിൽ പോയി കിടന്നു അശോക്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നും പറഞ്ഞ് തറയിൽ കിടന്ന തലയണയെടുത്ത് അശോകിന് നേരെ അവൻ എറിഞ്ഞു. അശോകിന് രോഹിത്തിന്റെ മുറി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പോകാം. രോഹിത്തിന്റെ മുറി അവന് മാത്രം സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ അറിയാതെ പോലും അശോക് അതിന്റെ അടുത്ത് പോകാറില്ല. പോടാ പോ, നിന്നെ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ കാര്യം പോക്ക. അവളെയെങ്കിലും ആ മുറിയിൽ കയറ്റുമോ? അശോക് ചോദിച്ചു. എന്തായാലും അത് രോഹിത് കേട്ടില്ല. അശോകിന്റെ ഭാഗ്യം. അഥവാ കേട്ടിരുന്നെങ്കിൽ അശോകിനെ വെളിയിലാക്കിയനെ.
മുറിയിൽ കയറി അവൻ രാത്രിയാകാറായപ്പോഴാണ് വെളിയിൽ വന്നത്. അവനും കൂടി അശോക് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അതുകണ്ട് അവൻ ചൂടായിക്കൊണ്ട് ചോദിച്ചു, ഇപ്പോൾ എന്തിനാണ് ഓർഡർ ചെയ്തത്? നമുക്ക് ഉണ്ടാക്കാമായിരുന്നില്ലേ? ഒന്ന് പോടാ, നീ ചുടുന്ന ഗോതമ്പ് ദോശയൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ദിവസമെങ്കിലും വായിക്ക് രുചിയുള്ളത് കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി അശോക് തുറന്നു. ഇത് കണ്ട് മുഖം ചുളിച്ചുകൊണ്ട് രോഹിത് പറഞ്ഞു, രാത്രിയിൽ എങ്ങനെ ഈ ബിരിയാണി കഴിക്കൂ എന്തോ എന്നും പറഞ്ഞ് അവനു വേണ്ടി ഓർഡർ ചെയ്ത ചപ്പാത്തി രോഹിത് തുറന്നു. നീ എങ്ങനെയാണോ ആ ചപ്പാത്തി ഇഷ്ടത്തോടെ കഴിക്കുന്നത് അങ്ങനെ തന്നെയാ ഞാൻ ഇതും കഴിക്കുന്നത്, അശോക് പറഞ്ഞു. ചപ്പാത്തി കഴിച്ചാ സ്ട്രെങ്ത് കിട്ടും എന്ന് രോഹിത് പറഞ്ഞു. ഇത് കഴിച്ച് സ്ട്രെങ്ത് കിട്ടുന്നതിന് പകരം ബിരിയാണി കഴിച്ചു വണ്ണം വെച്ചോളാം എന്നും പറഞ്ഞ് അശോക് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ രോഹിത്തിന്റെ അമ്മയുടെ കോൾ വന്നു. ഫോൺ അശോകിന്റെ അടുത്തായിരുന്നു. രോഹിത്, നിന്റെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അശോക് ഫോൺ എടുത്തു കൊടുത്തു. വേറെ എപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ ആ ഫോൺ എടുക്കില്ലായിരുന്നു. എന്നാൽ അശോക് അടുത്തുള്ളതിനാൽ വേറെ വഴിയില്ലാതെ അറ്റൻഡ് ചെയ്തു. നീ എന്താ കരുതിയത്? ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നിലിരുന്ന്, ലക്ഷ്മി സമാധാനത്തോടെ സംസാരിക്ക എന്ന് മുത്തച്ഛൻ പറഞ്ഞു. എങ്ങനെയാച്ചാ സമാധാനത്തോടെ ഇരിക്കുക? ഇവന്റെ കല്യാണം കഴിഞ്ഞു എന്ന ബോധം ഇവനുണ്ടോ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കോൾ കട്ട് ചെയ്തിരുന്നു. എന്താടാ, സംസാരിച്ചില്ലേ എന്ന് അശോക് ചോദിച്ചു. സിഗ്നൽ ഇല്ലെന്ന് തോന്നുന്നു, കട്ടായിപ്പോയി. എന്നിട്ട് ഫോൺ സൈലന്റിലിട്ടിട്ട് അവൻ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞുള്ള 3 ദിവസവും അശോക് രോഹിത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുതിയ സ്റ്റുഡൻസിനെ വരവേൽക്കാൻ കോളേജ് വർണ്ണശോഭയാൽ അലങ്കരിക്കപ്പെട്ടു. അവിടെ സീനിയേഴ്സ് പുതിയതായി എത്തിയ സ്റ്റുഡൻസിനെ റാഗ് ചെയ്തുകൊണ്ടിരുന്നു. പ്രൊഫസേഴ്സ് എല്ലാവരും അവരവരുടെ അവധി ദിനങ്ങളെ പറ്റിയും അഡ്മിഷനെ പറ്റിയും സ്റ്റാഫ് റൂമിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സാധാരണ നേരത്തെ എത്തുന്ന രോഹിത് ഇന്ന് അശോകിനെ കൂടെ കൂട്ടിയതിനാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഇത് നോക്ക്, ഇനി നിന്റെ ബൈക്ക് റിപ്പയർ ആണെങ്കിൽ ഓട്ടോ പിടിച്ച് കോളേജിൽ വന്നോണം, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ ബാഗും എടുത്ത് രോഹിത് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഷെടാ, സ്റ്റുഡൻസ് പോലും 10 മണിക്ക് വരേണ്ടതിന് 10:30 വരുന്നത്. ഇവൻ 9 മണിക്ക് വന്നിട്ട് എന്തു ചെയ്യാനാണോ എന്തോ. അത് പോരാഞ്ഞിട്ട് ലേറ്റായി എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വഴക്കും പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ നടന്നു അശോക്. അപ്പോൾ പെട്ടെന്നറിയാതെ ആരെയോ തട്ടി അവൻ പറഞ്ഞു, സോറി, അറിയാതെ പറ്റിയതാ. ഇറ്റ്സ് ഓക്കെ ചേട്ടാ എന്ന് പുതുതായി വന്ന ആ പെൺകുട്ടി പറഞ്ഞു. ചേട്ടാന്നോ? എന്നെ കാണാൻ എന്താ കോളേജിൽ പഠിക്കുന്ന പയ്യനെ പോലെയുണ്ടോ? ഷർട്ട് സ്റ്റൈലായി ശരിയാക്കിക്കൊണ്ട് അശോക് ചോദിച്ചു. അപ്പോൾ സത്യം പറയട്ടെ അങ്കിൾ എന്നവൾ ചോദിച്ചു. എന്ത് അങ്കിളോ? ചേട്ടനായിരുന്നു ഭേദം, നീ ചേട്ടാന്ന് വിളിച്ചോ. എന്നാൽ അങ്കിൾ എന്ന് വിളിച്ച് കോളേജിൽ എന്റെ മാനം കളയല്ലേ പ്ലീസ്, അശോക് പറഞ്ഞു. അവൻ കെഞ്ചുന്നത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണോ? അശോക് ചോദിച്ചു. അതെ ചേട്ടാ, എന്നാൽ UG അല്ല, PGയാ. PGയോ? പക്ഷെ നിന്നെ കാണാൻ UG സ്റ്റുഡന്റിനെ പോലെയുണ്ട്. എനിവേയ്സ്, ഏതാ ഡിപ്പാർട്ട്മെന്റ്? അശോക് ചോദിച്ചു. MSc മൈക്രോബയോളജി എന്നവൾ പറഞ്ഞു. ഓ, എന്റെ ഡിപ്പാർട്ട്മെന്റ്, അശോക് പറഞ്ഞു. ചേട്ടൻ PhD സ്റ്റുഡന്റ് ആണോ? അവൾ ചോദിച്ചു. എന്ത് PhDയോ? MTech തീർക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. ഇങ്ങനെയുള്ള റിസ്ക് ഒക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളെ ചെയ്യൂ, അശോക് പറഞ്ഞു. അപ്പോൾ ചേട്ടന്റെ മോളെ വിട വന്നതാണോ? അവൾ ചോദിച്ചു. എന്ത്? എനിക്കിതുവരെ കല്യാണം പോലും ആയില്ല, അപ്പോഴേക്ക് എന്നെ അച്ഛനാക്കിയോ? എന്താ, എന്നെ കണ്ടാലൊന്നും പ്രൊഫസറാണെന്ന് തോന്നില്ലേ? അശോക് ചോദിച്ചു. ഇല്ലല്ലോ, അവൾ പറഞ്ഞു. ശരിക്കും ഞാൻ പ്രൊഫസറാണ്, വേണേൽ എന്റെ ഏതേലും സ്റ്റുഡന്റിനെ കൊണ്ട് പറയിക്കാം എന്നും പറഞ്ഞ് അശോക് ചുറ്റും നോക്കി. അവന്റെ കഷ്ടകാലത്തിന് അവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അപ്പോഴാണ് രോഹിത് തന്റെ ബൈക്കിൽ വെച്ചിരുന്ന നോട്ട്സ് എടുക്കാൻ വെളിയിൽ വന്നത്. പെട്ടെന്ന് അശോക് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. നീ ഇപ്പോ വന്നത് എന്തായാലും നന്നായി, അല്ലേൽ എന്റെ മാനം പോയേനെ. എന്റെ കൂടെ വന്നേ ഇങ്ങോട്ട്, അശോക് പറഞ്ഞു. ഇത് വീടല്ല അശോക്, കോളേജാണ്, രോഹിത് പറഞ്ഞു. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, നീ എന്റെ ഫ്രണ്ട് അല്ലേ, എങ്കിൽ എന്റെ കൂടെ വാ പ്ലീസ് എന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്നു അശോക്. ഇപ്പോൾ എന്താ നിന്റെ പ്രശ്നം? രോഹിത് ചോദിച്ചു. ഈ കുട്ടിയോട് ഞാൻ ഇവിടുത്തെ പ്രൊഫസറാണെന്ന് പറയടാ, അശോക് പറഞ്ഞു. എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞ് രോഹിത് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന തന്റെ ഭാര്യയെ കണ്ട് അവൻ ഞെട്ടി. അവള് ഞെട്ടി നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് ഇത് തന്റെ ഭ്രമമാണോ എന്ന് കരുതിയ അവൻ അവളോട് ചോദിച്ചു. നീ ഇവിടെ? ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആടാ, നമ്മുടെ കോളേജിൽ പുതിയതായി ജോയിൻ ചെയ്തതാ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അല്ല, നിന്റെ പേരെന്താ? അശോക് ചോദിച്ചു. അത് ഒന്ന് പതറിയെങ്കിലും അവൾ പറഞ്ഞു. അഭിരാമി. എന്ത് അഭിരാമിയോ? ഓക്കെ, ആമി എന്ന് ഫിക്സ് ചെയ്യാം. എടാ, ഞാൻ നിന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? അത് വിട്ടിട്ട് നീ അവളോട് ഡീറ്റെയിൽസ് ചോദിക്കുവാണോ എന്ന് അശോക് ചോദിച്ചു. എന്നാൽ അവിടെ നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ
രോഹിത് അങ്ങനെ തന്നെ അവിടെ നിന്നു. സ്റ്റുഡന്റോ എന്നാലോചിച്ച് അവളുടെ കഴുത്തിൽ അവൻ താലി നോക്കി. അത് കാണാത്തതുകൊണ്ട് അവളെപ്പോലുള്ള മറ്റൊരാൾക്കും അതേ പേര് തന്നെ ഉണ്ടാകുമോ എന്ന് അവന്റെ തലയിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. അവന് നല്ല ദേഷ്യം വന്നു. ഇനി എന്ത് സംഭവിക്കും? ആമി ശരിക്കും അവിടെ പഠിക്കാൻ തന്നെയാണോ വന്നത്? അതോ? ആമിയെ കണ്ട് ഞെട്ടിയ രോഹിത് അവളുടെ കഴുത്തിൽ താലി നോക്കി. അത് കാണാതെ വന്നപ്പോൾ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ എന്തോ പറയാൻ തുടങ്ങും മുൻപേ അവിടെ വേറെ കുറെ സ്റ്റുഡൻസ് വന്നു. അതുകൊണ്ട് അശോകിനെയും ആമിയെയും തുറച്ചു നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി. ഡേയ്, ഒന്ന് പറഞ്ഞിട്ട് പോടാ, അശോക് ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ രോഹിത് നടന്നു. അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറാണോ ചേട്ടാ? ആമി അശോകിനോട് ചോദിച്ചു. ഓഹോ, അവനെ കണ്ടാ നിനക്ക് പ്രൊഫസർ ആണെന്ന് തോന്നും, പക്ഷെ എന്നെ കണ്ടാ അങ്ങനെ തോന്നില്ലേ? അശോക് അവളോട് ചോദിച്ചു. നിങ്ങളെ കണ്ടാൽ എനിക്ക് എന്റെ ചേട്ടനായിട്ടാ തോന്നുന്നത് സർ എന്നവൾ മറുപടി പറഞ്ഞു. ഇത്രയും ഭംഗിയുള്ള സിസ്റ്റർ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്തായാലും ശരി, ഇങ്ങനെയെങ്കിലും എനിക്കൊരു സിസ്റ്റർ ഇരിക്കട്ടെ. നീ എന്നെ ചേട്ടാൻ തന്നെ വിളിച്ചോ, പക്ഷെ ക്ലാസ്സിൽ വെച്ച് അങ്ങനെ വിളിക്കരുത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് HOD ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പ്രൊഫസർ എന്നുപോലും നോക്കില്ല, നല്ല വഴക്ക് തരും, അശോക് പറഞ്ഞു. ശരി ചേട്ടാ എന്നവൾ പുഞ്ചിരി തൂകി പറഞ്ഞപ്പോൾ ശരിക്കും അവളുടെ സ്വന്തം ചേട്ടനെ പോലെ അശോക് പറഞ്ഞു. കോളേജിൽ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ എന്നോട് വന്ന് പറഞ്ഞാ മതി. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ റാഗിംഗ് ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ എന്നോട് വന്ന് പറഞ്ഞാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം, അശോക് പറഞ്ഞു. എന്നവൾ പറയുമ്പോഴേക്കും പുതിയ സ്റ്റുഡൻസിനെ വരവേൽക്കാനുള്ള പ്രോഗ്രാംസ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരുന്നു. അപ്പൊ ശരി, പ്രോഗ്രാം സ്റ്റാർട്ടായെന്ന് തോന്നുന്നു. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വെക്കോ, നമുക്ക് ക്ലാസ്സിൽ കാണാം എന്നും പറഞ്ഞ് അശോക് അവിടെ നിന്ന് പോയി. അവൻ പോയപ്പോൾ അവിടെ തന്നെ നിന്ന് അവൾ ആർക്കോ കോൾ ചെയ്തു. പക്ഷേ മറുവശത്ത് ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി അവളെ വന്നിടിച്ചു. അയ്യോ, സോറി. ആമിയുടെ മുഖത്ത് പോലും നോക്കാതെ ആ പെൺകുട്ടി പറഞ്ഞു. സാരമില്ല, എന്താ ഇത്ര ടെൻഷൻ? വെള്ളമോ മറ്റോ വേണോ? ആമി ചോദിച്ചു. അയ്യോ, അതൊന്നും വേണ്ട, ഈ ഓഡിറ്റോറിയം എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, അവൾ പറഞ്ഞു. ഇവിടെ എവിടെയോ ആണെന്നാ പറഞ്ഞത്, ആമിയും പറഞ്ഞു. ഇത് കേട്ട് അവൾ ചോദിച്ചു. അപ്പൊ നിനക്കും അറിയില്ലേ? ഇല്ല, ഞാനും നിന്നെ പോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റാ, ആമി പറഞ്ഞു. ഓ, UG സ്റ്റുഡന്റ് ആണോ? അവൾ ചോദിച്ചു. അല്ല, MSc മൈക്രോബയോളജി, ആമി പറഞ്ഞു. ആഹാ, ഞാനും സെയിം ഡിപ്പാർട്ട്മെന്റാ, അവൾ പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എന്റെ പേര് അഭിരാമി, നിന്റെ പേരെന്താ? ആമി ചോദിച്ചു. അഭിരാമി നല്ല പേരാണല്ലോ. എന്റെ പേര് സ്വാതി, അവൾ പറഞ്ഞു. സ്വാതി നല്ല പേരാണ്, ആമി പറഞ്ഞു. സീനിയേഴ്സിന്റെ കണ്ണിൽ പെടാതെ നമുക്ക് വേഗം ഓഡിറ്റോറിയത്തിൽ പോകാം, സ്വാതി പറഞ്ഞു. എന്തിനെങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ UG സ്റ്റുഡൻസ് ഒന്നുമല്ലല്ലോ, PG സ്റ്റുഡൻസ് അല്ലേ? ആമി ചോദിച്ചു. ഒന്ന് പോയേ, ഞാനും അങ്ങനെയൊക്കെ കരുതിയാണ് വന്നത്. എന്നാൽ PG എന്ന് പറയുമ്പോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റാ, അറിയാമോ എന്ന് ഏകദേശം കരയാറായി സ്വാതി പറഞ്ഞു. പക്ഷെ ഇവിടെ റാഗിംഗ് അലൗഡ് അല്ലല്ലോ. അതുമാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയൊന്നും ഇല്ലെന്നാ കേട്ടത്, ആമി പറഞ്ഞു. അങ്ങനെയാണോ? നിനക്ക് ഇവിടെ അറിയാവുന്ന ആരേലും ഉണ്ടോ എന്ന് സ്വാതി ചോദിച്ചപ്പോൾ രോഹിത്തിന്റെ മുഖമാണ് അവളുടെ മനസ്സിൽ വന്നത്. അവർ ഇവിടെ ജോലി ചെയ്യുന്ന കാര്യം മുത്തശ്ശൻ എന്താ എന്നോട് പറയാഞ്ഞത്? ആമി ആലോചിച്ചു. ആമി, നീ എന്താ ആലോചിക്കുന്നത്? നിന്നോടാ ചോദിച്ചത്, സ്വാതി പറഞ്ഞു. ഏയ്, അതൊന്നുമല്ല, എന്റെ ഒരു ചേട്ടൻ ഇവിടുത്തെ പ്രൊഫസറാണ്, അവൾ പറഞ്ഞു. വാവ്, സൂപ്പർ. ഇനി നമുക്കിവിടെ ആരെയും പേടിക്കണ്ട, സ്വാതി പറഞ്ഞു. അറിയാവുന്ന ആരും ഇല്ലെങ്കിൽ പോലും പേടിക്കേണ്ട കാര്യമില്ല, കാരണം തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടത്, ആമി പറഞ്ഞു. ഇതൊക്കെ സ്റ്റാറ്റസ് ഇടാൻ കൊള്ളാം. എനിക്ക് എല്ലാത്തിനും പേടിയാ. എന്തായാലും വന്ന ആദ്യ ദിവസം തന്നെ പേടിയില്ലാത്തൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയല്ലോ. ഇനി ഞാനും ധൈര്യത്തോടെ ഇരിക്കും, സ്വാതി പറഞ്ഞു. അങ്ങോട്ട് നോക്കിക്കേ, അവരാണോ നിന്നെ റാഗ് ചെയ്തത്? ആമി ചോദിച്ചു. അയ്യോ, അവർ വീണ്ടും വന്നോ? ഞാൻ ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് അവൾ ആമിയുടെ പുറകിൽ ഒളിച്ചു. ഇത് കണ്ട് ആമി പൊട്ടിച്ചിരിച്ചു. ഇതാണോ നിന്റെ ധൈര്യം? ആമി ചോദിച്ചു. ഇത് കേട്ട് മെല്ലെ ചുറ്റും ഏന്തി നോക്കി അവൾ പറഞ്ഞു. എടി കള്ളി, എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് തലയിൽ കൈവച്ച് അവൾ പറഞ്ഞു. ഏയ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് ചെക്ക് ചെയ്തതാ, ചിരിച്ചുകൊണ്ട് ആമി പറഞ്ഞു. കണ്ടോ, നീയും എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ, മുഖം ചുളുക്കി അവൾ പറഞ്ഞു. അയ്യേ, ഇതൊക്കെ ഒരു തമാശയല്ലേ, നീ നോക്കിക്കോ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കോളേജ് തന്നെ റൂൾ ചെയ്യും, സ്വാതിയുടെ തോളിൽ കൈയിട്ട് ആമി പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന ആദ്യ ദിവസം തന്നെ ഒരു കൂട്ടുകാരി അവൾക്ക് കിട്ടി. രണ്ടാളും കയ്യും പിടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. എന്നാൽ രോഹിത് അവന്റെ കുടുംബത്തെ കുറ്റം പറയുകയായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ കരുതുന്നത്? നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അവളെ ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് അയച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതിയോ? നോ, നെവർ എന്നും പറഞ്ഞ് ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അവൻ.
അപ്പോൾ അവിടെ എത്തിയ അശോക് അവനോട് ചോദിച്ചു, എന്താടാ രാവിലെ വാക്കിങ്ങിന് പോകാൻ മറന്നുപോയോ? ഇത് കേട്ട് അശോകിന്റെ ഷർട്ടിൽ കയറി പിടിച്ച് രോഹിത് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാടാ, നിന്നെ അടിച്ചാലേ എല്ലാം ശരിയാകൂ. ഇതും പറഞ്ഞ് രോഹിത് അശോകിന്റെ മൂക്കിൽ ഒറ്റയിടി. അയ്യോ അയ്യോ കൊല്ലുന്നേ! അശോക് നിലവിളിക്കുന്നത് കേട്ട് രോഹിത് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. എടാ, എന്തുണ്ടേലും പറഞ്ഞു തീർക്കാം. ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോന. ഇത് കേട്ട് അവന്റെ ഷർട്ട് വിട്ടിട്ട് പോടാ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്നും പോയി. ഇവന് പെട്ടെന്ന് എന്തു പറ്റി? വല്ല പ്രേതവും കയറിയതാണോ? ഇതും പറഞ്ഞ് തന്റെ ഷർട്ട് ശരിയാക്കി അശോക് അവിടെ നിന്നും പോയി. ആമയും സ്വാതിയും ഒരു വിധത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി. ഭാഗ്യം, ഒരു വിധം കണ്ടുപിടിച്ചു, സ്വാതി പറഞ്ഞു. ആമി രോഹിത് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് തപ്പുകയായിരുന്നു. ഹേയ്, നീ ആരെയേ നോക്കുന്നത് എന്ന് സ്വാതി ചോദിച്ചു. പരിചയമുള്ള ഒരാളെ നോക്കുക, അവൾ പറഞ്ഞു. ആരെയാ? നിന്റെ ചേട്ടനെയാണോ? സ്വാതി ചോദിച്ചു. അല്ല, നിന്റെ ചേട്ടനെ നോക്കുക. അപ്പോഴേക്കും അവൾ രോഹിത്തിനെ കണ്ടു. പ്രിൻസിപ്പൽ കോളേജിനെ പറ്റി പറയുന്നതും കേട്ട് രോഹിത് സ്റ്റേജിന് താഴെ നിൽക്കുകയായിരുന്നു. എന്റെ ചേട്ടനോ? ഞാനതിന് ഒറ്റ മോളല്ലേ? സ്വാതി സംശയത്തോടെ ചോദിച്ചു. ആമയാണേൽ സ്വാതി പറഞ്ഞതൊന്നും കേൾക്കാതെ രോഹിത്തിനെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. അവനെ അവൾ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൻ അങ്ങോട്ട് നോക്കി. ഉടനെ അവൾ സ്വാതിയുടെ മടിയിൽ ഒളിച്ചു. നീ എന്തായി കാണിക്കുന്നത്? സ്വാതി ചോദിച്ചു. അത് പിന്നെ വരുന്ന വഴി പ്രൊഫസർ ആണെന്നറിയാതെ ഞാൻ ഒരാളോട് പ്രശ്നം ഉണ്ടാക്കി, അവൾ പറഞ്ഞു. എന്റെ ദൈവമേ, എന്താ നീ ചെയ്തത്? ഇനി അയാളെങ്ങാനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണേൽ നീ എന്തു ചെയ്യും? സ്വാതി ചോദിച്ചു. അത് സാരമില്ല, കാരണം നിന്റെ ചേട്ടനുണ്ടല്ലോ അവിടെ, അദ്ദേഹം നോക്കിക്കോളും എന്ന് ആമി പറഞ്ഞു. പേടിച്ചിട്ട് തെറ്റിച്ചു പറയാതെ ആമി, എന്റെ ചേട്ടനല്ല, നിന്റെ ചേട്ടനെ ഇവിടെ പ്രൊഫസറായി ജോലി ചെയ്യുന്നത്, സ്വാതി പറഞ്ഞു. നിന്റെ ചേട്ടനെ ഇവിടെ തന്നെയാ ജോലി ചെയ്യുന്നത്, ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരേ ഒരു മകളാ, എനിക്ക് ചേട്ടനൊന്നുമില്ല, വീണ്ടും സ്വാതി പറഞ്ഞു. അതൊന്നും ചെവിക്കൊള്ളാതെ രോഹിത് സ്റ്റേജിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ സ്വാതിയുടെ മടിയിൽ നിന്നും ആമി എഴുന്നേറ്റു. വെള്ള ഷർട്ടും കറുത്ത പാൻസുമാണ് രോഹിത് ഇട്ടിരുന്നത്. നല്ല ഭംഗിയുള്ള മീശയും ട്രിം ചെയ്ത താടിയുമായി നിൽക്കുന്ന അവനെ കണ്ടാൽ കോളേജ് സ്റ്റുഡന്റ് ആണെന്നേ പറയൂ. അത്ര ഭംഗിയായിരുന്നു അവനെ കാണാൻ. സ്വന്തം ഹസ്ബൻഡിനെ ഇങ്ങനെ ആരെയോ സൈറ്റ് അടിക്കുന്ന പോലെ നോക്കുന്ന ഒരേ ഒരാൾ നീയായിരിക്കും, അവൾ സ്വയം പറഞ്ഞു. ഹലോ, സൈറ്റ് ഒന്നും അടിച്ചതല്ല, കുറെ നാളായില്ലേ കണ്ടിട്ട്, അതാ നോക്കിയത്, അത്രയുള്ളൂ. അല്ലാതെ ഈ ആമി ആരെയും സൈറ്റ് ഒന്നും അടിക്കാറില്ല എന്നവൾ സ്വയം പൊക്കി പറഞ്ഞു. എന്താടി ഇത്, ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ബോറടിപ്പിക്കുവാണല്ലോ, സ്വാതി പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു ഇത് ശ്രദ്ധിക്കാൻ? ഏതേലും നല്ല പയ്യനെ നോക്കി സൈറ്റ് അടിക്കുന്നേ, ആമി പറഞ്ഞു. സൈറ്റോ? എന്റെ അമ്മ എന്നെ 1000 തവണ സത്തി ഇടിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടത് തന്നെ. ഞാൻ അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല എന്ന് സ്വാതി പറഞ്ഞു. നീ ജീവിക്കുന്നതേ വേസ്റ്റ് ആണ് എന്നും പറഞ്ഞ് അവൾ ചുറ്റിലും നോക്കി. അപ്പോൾ ഒരാൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ആരാണവൻ? ശരിക്കും ആമയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? ആമയെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളെ തന്നെ നോക്കുകയായിരുന്നു വിമൽ. മന്ത്രിയുടെ മകനായതുകൊണ്ട് തന്നെ അവന് ചുറ്റും എപ്പോഴും ധാരാളം ആളുകളുണ്ടായിരുന്നു. അവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ അവൻ എന്താഗ്രഹിച്ചാലും അത് സ്വന്തമാക്കിയിരുന്നു. എന്താ വിമൽ, നീ അവിടെ എന്താ നോക്കുന്നത്? അവന്റെ ഫ്രണ്ട് വിക്രം ചോദിച്ചു. ആരാടാ ആ കുട്ടി, ഫസ്റ്റ് ഇയർ ആണോ എന്ന് ആമിയെ ചൂണ്ടി വിമൽ ചോദിച്ചു. ഇവിടെയുള്ളവരെല്ലാം ഫസ്റ്റ് ഇയർ ആണ്, നീ ആരെയാ ചോദിച്ചത്? വിക്രം ചോദിച്ചു. ആ റെഡ് കളർ ഡ്രസ്, വിമൽ പറഞ്ഞു. ഉടനെ അങ്ങോട്ട് നോക്കിയ വിക്രം കണ്ടത് സ്വാതിയെയാണ്. ആരാ? ആ പാവക്കുട്ടിയോ എന്ന് ശിവ ചോദിച്ചു. അവളെന്താ നിനക്ക് പാവക്കുട്ടിയെ പോലെയാണോ തോന്നുന്നത്? വിമൽ ചോദിച്ചു. അയ്യോ, ഒരു അമൂൽ ബേബിയെ പോലെയുണ്ട് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു തെറ്റാണോ? വിക്രം ചോദിച്ചു. അമൂൽ ബേബിയോ? വിമൽ വീണ്ടും നോക്കിയപ്പോഴാണ് സ്വാതിയെ കണ്ടത്. നീ ആ ഉണ്ടപ്പക്രുവിനെയാണോ പറഞ്ഞത്? വിമൽ ചോദിച്ചു. ഇത് നോക്ക്, നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഉണ്ടപ്പക്രു എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, വിക്രം പറഞ്ഞു. എന്താടാ, വന്നപ്പോഴേ ഓവറായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്താ കാര്യം? വിമൽ ചോദിച്ചു. ഞാനും എത്ര നാളായി ഇങ്ങനെ സിംഗിളായി നടക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് വിക്രം പറഞ്ഞു. നീ എന്തോ ചെയ്യ്, പക്ഷേ എനിക്ക് ആ റെഡ് ഡ്രസ് ഇട്ട കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം, വിമൽ പറഞ്ഞു. അപ്പോഴാണ് ആമിയെ വിക്രം കണ്ടത്. വാവ്, നീ മാത്രം എങ്ങനെയാടാ ഇത്ര ഭംഗിയുള്ള പെൺകുട്ടികളെ കാണുന്നത്? വിക്രം ചോദിച്ചു. ഡേയ്, ഷീസ് മൈൻ എന്ന് ദേഷ്യത്തോടെ വിമൽ പറഞ്ഞു. അവന്റെ ദേഷ്യം കണ്ട് വിക്രം പറഞ്ഞു. ചിൽ മാൻ, അവളെ സിസ്റ്ററായി കൺവേർട്ട് ചെയ്തോളാം. എന്താ, അതുപോരെ? എനിക്ക് എന്റെ അമൂൽ ബേബി മതി. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു പാവം പയ്യൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. വന്നപ്പോൾ തന്നെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടിയെന്ന് അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവരെ കടന്ന് അവൻ പോയപ്പോൾ ഹേയ് എന്ന് ഉറക്കെ വിളിച്ചു ആമി. പെട്ടെന്ന് അവൻ തിരിഞ്ഞതും എടാ നിന്നെ തന്നെയാ എന്ന് പറഞ്ഞ് അവനെ ആമി കൈകൊട്ടി വിളിച്ചു. ആരാ ആമിയത്? നിന്റെ ഫ്രണ്ടാണോ എന്ന് സ്വാതി ചോദിച്ചു. അല്ല, നമ്മുടെ ഫ്രണ്ടാണ് എന്ന് ആമി തിരുത്തി പറഞ്ഞു. എന്ത് എന്ന് സ്വാതി ചോദിച്ച അതേ സമയം ഞാനാണോ എന്നാണ് അവൻ ചോദിച്ചത്. നിന്നെ തന്നെയാ, ഇങ്ങോട്ട് വാ, ഇവിടെ സീറ്റുണ്ട്, സീറ്റ് കാട്ടി ആമി പറഞ്ഞു.
കൺഫ്യൂസ്ഡായി അവൻ പറഞ്ഞു, ഐ തിങ്ക് നിങ്ങൾ വേറെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവനെ സംസാരിക്കാൻ അനുവദിക്കാതെ ആമി പറഞ്ഞു, ഞാൻ അഭിരാമി, ഇത് സ്വാതി. ഇനി മുതൽ നമ്മൾ 3 പേരും ഫ്രണ്ട്സാണ്. ബൈ ദ വേ, നിന്റെ പേരെന്താ? നീ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ശിവരാജ്, അവൻ പറഞ്ഞു. നൈസ് നെയിം, ഞങ്ങൾ ശിവ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അവളുടെ അടുത്തുള്ള സീറ്റിലേക്ക് അവൾ അവനെ വിളിച്ചിരുത്തി. നിങ്ങൾ സീനിയേഴ്സ് ആണോ? എന്നെ റാഗ് ചെയ്യുവാണോ എന്നവൻ ചോദിച്ചു. അത് കേട്ട് ചിരിച്ച ആമി പറഞ്ഞു, ഇവിടെ വന്നതിൽ ഞാൻ സീനിയർ ആണെന്ന് ചോദിച്ച ഒരേ ഒരാൾ നീയാ. അതുകൊണ്ട് തന്നെ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ബൈ ദ വേ, ഞങ്ങൾ നിന്നെ പോലെ ഫസ്റ്റ് ഇയർ MSc മൈക്രോബയോളജിയാണ്, ആമി പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പോൾ ഞാൻ ആരാ എന്ന് സ്വാതി അവളോട് ചോദിച്ചു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്ന് ആമി പറഞ്ഞു. അവരെ നോക്കി ശിവ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും സ്കൂൾ ഫ്രണ്ട്സ് ആണോ? അല്ല, കോളേജ് ഫ്രണ്ട്സ് ആണ്, ആമി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണോ UG പഠിച്ചത്? ശിവ ചോദിച്ചു. അല്ല. അപ്പോൾ UG ഫ്രണ്ട്സ് ആണോ? ശിവ വീണ്ടും ചോദിച്ചു. അല്ല, പിന്നെ എങ്ങനെയാ? കൺഫ്യൂസ്ഡായി അവൻ ചോദിച്ചു. നീയും ഞാനും ഇപ്പോൾ എങ്ങനെ ഫ്രണ്ട്സ് ആയോ അങ്ങനെയാ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്, ആമി പറഞ്ഞു. ഇനി ഈ ഗ്യാങ്ങിൽ എത്ര പേരെ ചേർക്കുന്നുണ്ടെന്ന് പറയാമോ? സ്വാതി ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ 3 പേര് മാത്രമുള്ള ഗ്യാങ്ങായി നടക്കുന്നത് സൂപ്പറാണ്. അതുകൊണ്ടാണ് UGക്ക് പഠിച്ചപ്പോൾ 3 പേര് മാത്രം ഗ്യാങ്ങിൽ മതി എന്ന റൂളൊക്കെ വെച്ചത്. ബട്ട് അവിടെ എന്റെ ഗ്യാങ്ങിൽ 7 പേരായിരുന്നു. സോ ഇപ്പോൾ PGക്ക് ഷുവറായി 3 പേര് മാത്രം മതി എന്ന് തീരുമാനിച്ചു. സോ ഇനി മുതൽ നമ്മളാണ് ദ 3 മസ്കറ്റിയേഴ്സ്, ആമി പറഞ്ഞു. എന്നെ എങ്ങനെയാ സെലക്ട് ചെയ്തത്? ശിവ ചോദിച്ചു. ഓ അതോ, നിന്റെ മുഖത്ത് ഒരു 1.5 ടൺ സങ്കടമില്ലേ, അത് കണ്ടിട്ടാകും, സ്വാതി പറഞ്ഞു. അത് കേട്ട് ആമി ചിരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്ത് പറയാനാ, സീനിയേഴ്സ് നല്ല പണി തന്നു. നീ അവരെ എന്നിട്ട് വെറുതെ വിട്ടോ എന്ന് ആമി ചോദിച്ചു. പിന്നെ സീനിയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ചോദിച്ചു. ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ആമി ചോദിച്ചു. നീ പേടിക്കേണ്ട ശിവ, ആമിയുടെ ചേട്ടൻ ഇവിടുത്തെ പ്രൊഫസറാണ്. അതുകൊണ്ട് സാറിനോട് പറഞ്ഞിട്ട് നമുക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കാം, സ്വാതി പറഞ്ഞു. സീനിയേഴ്സിന്റെ പ്രശ്നമൊക്കെ എന്തിനാ പ്രൊഫസറിന്റെ അടുത്ത് പറയുന്നത്? ഇന്നൊരു ദിവസം റാഗിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ അതവർ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം, ആമി പറഞ്ഞു. നിനക്ക് നല്ല ധൈര്യമാണല്ലോ, ശിവ ചോദിച്ചു. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ് ശിവ എന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഹലോ, ഞാനും ഉണ്ട്, സ്വാതി പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല കെട്ടുറപ്പുള്ള സൗഹൃദം ആരംഭിച്ചു. സ്റ്റേജിന് താഴെ നിൽക്കുമ്പോഴും ആമി എവിടെയെന്നായിരുന്നു രോഹിത് നോക്കിയത്. എന്താടാ, ആരെയാ നോക്കുന്നത്? അങ്ങോട്ട് വന്ന അശോക് ചോദിച്ചു. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ? ദേഷ്യത്തിൽ രോഹിത് ചോദിച്ചു. ഇത് എന്തൊരു പരീക്ഷണമാണെന്ന് പിറുപിറുത്തുകൊണ്ട് അശോക് അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. രോഹിത് ആമിയെ എല്ലായിടത്തും തേടി, എന്നാൽ അവളെ കണ്ടില്ല. കാരണം ഓരോ തവണ അവൻ നോക്കുമ്പോഴും സ്വാതിയുടെ പിന്നിൽ അവൾ ഒളിക്കുകയായിരുന്നു. എന്നെയാണോ നോക്കുന്നത്, അതോ ശരിക്കും തിരഞ്ഞതാണോ? എന്തായാലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ടൊന്നു പോയി സംസാരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവളിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതും എല്ലാവരും ക്ലാസ് നോക്കാൻ പോയി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് അവളുടെ ബാഗ് അവിടെ വെച്ചു. ഞാൻ കൂടെ വരണോ എന്ന് സ്വാതി ചോദിച്ചു. ഏയ് വേണ്ട എന്ന് പറഞ്ഞ് രോഹിത്തിനെ കാണാൻ അവൾ സ്റ്റാഫ് റൂം അന്വേഷിച്ചു നടന്നു. അവൾ എവിടെ പോയതാ? ശിവ ചോദിച്ചു. അവളുടെ ചേട്ടൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്, ചിലപ്പോ കാണാൻ പോയതാകും, സ്വാതി പറഞ്ഞു. ആമി നല്ല സൂപ്പറായി സംസാരിക്കുന്നുണ്ടല്ലോ, ശിവ പറഞ്ഞു. അപ്പൊ ഞാനെന്താ മോശമായാണ് സംസാരിക്കുന്നത്? സ്വാതി ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ശിവ പേടിച്ചു പറഞ്ഞു. ഇത് കണ്ട് സ്വാതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനേ ഒരു പേടിക്കാരി, എന്നെ കണ്ട് പേടിക്കാനും ഇപ്പോൾ ഒരാളായി. ഓ, കളിയാക്കിയതാണോ? ഞാൻ കരുതി ശരിക്കും ദേഷ്യപ്പെട്ടതാണെന്ന്, ശിവ പറഞ്ഞു. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നിനക്കും വേണേൽ എന്നെ കളിയാക്കാം, സ്വാതി പറഞ്ഞു. അതേസമയം ആമി രോഹിത്തിനെ തപ്പി സ്റ്റാഫ് റൂമിലെത്തി. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് ആണെന്നല്ലേ ചേട്ടൻ പറഞ്ഞത് എന്ന് ആലോചിച്ച് തിരിഞ്ഞതും അവൾ രോഹിത്തിനെ ഒറ്റയിടി. ഈ ഇടി പ്രണയത്തിലേക്ക് നയിക്കുമോ, അതോ അവർ തമ്മിൽ വീണ്ടും അടിയാകുമോ? രോഹിത്തിനെ അന്വേഷിച്ച് ആമി സ്റ്റാഫ് റൂമിലെത്തി. പക്ഷെ അവനെ അവിടെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ആരെയും ഇടിച്ചു. സോറി എന്ന് പറഞ്ഞ അവളെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു രോഹിത്. കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതാ എന്നൊരു ചെറു പുഞ്ചിരിയോടെ അവൾ പറയാൻ തുടങ്ങിയപ്പോൾ അവളുടെ കൈ പിടിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി അവൻ ചോദിച്ചു. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതാ? എന്റെ അമ്മയും മുത്തച്ഛനും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് വരുവോ? രോഹിത് ദേഷ്യപ്പെട്ടു. അമ്മയും മുത്തച്ഛനും എന്തു പറയാനാ, ഞാനിവിടെ എന്ന് പറയാൻ തുടങ്ങിയതും അവൻ വീണ്ടും തുടർന്നു. ഇവിടെ നോക്ക്, ഇത് കോളേജാണ്, ഇവിടെ എനിക്കൊരു മര്യാദയുണ്ട്, അത് എല്ലാവരും കൂടെ നശിപ്പിക്കാൻ നോക്കുവാണോ? രോഹിത് ചോദിച്ചു. അയ്യോ, ഞാനങ്ങനെയൊന്നും, അവൾ വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ അവളെ സംസാരിക്കാൻ അനുവദിക്കാതെ അവൻ വീണ്ടും തുടർന്നു. നീ വിചാരിക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല.
നീയായിട്ട് ഇവിടുന്ന് പോയാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കി ഞാൻ. ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ഇത് കേട്ട് അവൾ ഒന്നും പറയാതെ നിന്നു. ഇതവന്റെ ദേഷ്യം വീണ്ടും കൂട്ടി. നിന്നോടല്ലേ ഞാൻ സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? രോഹിത് ചോദിച്ചു. അതെ അതെ, അതിന് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എനിക്ക് എന്തെങ്കിലും പറയാൻ. അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ കൗണ്ടർ അടിച്ചു. നിനക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലേ? കോളേജിൽ പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണോ നിന്റെ വിചാരം? എത്ര പേരിവിടെ പഠിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു എന്ന് നിനക്കറിയാമോ? നീയാണെങ്കി മുതിർന്നവർ പറഞ്ഞതും കേട്ട് ഒരു സീറ്റ് വെറുതെ കളഞ്ഞു. രോഹിത് അവളെ ശകാരിച്ചു. അപ്പോഴും അവൾ ഒരു മറുപടിയും പറയാതെ അങ്ങനെ തന്നെ അവിടെ നിന്നു. താൻ തുടർച്ചയായി അവളെ വഴക്കു പറയുകയാണെന്ന് മനസ്സിലാക്കിയ രോഹിത് ഇങ്ങനെ പറഞ്ഞു. നീ വേഗം നാട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ അവിടെ വന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു. അതുകൊണ്ട് വീണ്ടും ദേഷ്യം വന്നിട്ട് അവൻ പറഞ്ഞു. കോളേജ് ടൈമിൽ ഫോൺ സൈലന്റിലിടണമെന്ന് നിനക്കറിയില്ലേ? നീയൊക്കെയാണോ ഇവിടെ പഠിക്കാൻ പോകുന്നത്? കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൾ പറഞ്ഞു. എന്റെ അടുത്തുണ്ട്, നിങ്ങൾ തന്നെ സംസാരിച്ചോ, പിന്നെ ഇനി കോളേജ് ടൈമിൽ വിളിക്കരുത് എന്ന് പറഞ്ഞ് അവൾ രോഹിത്തിന് ഫോൺ കൊടുത്തു. തന്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ കണ്ട അവൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ്, ആമയ്ക്ക് സ്കോളർഷിപ്പോടെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. നീ അവിടെ പഠിപ്പിക്കുന്ന കാര്യം അവൾക്കറിയില്ല. അതുമാത്രമല്ല, അവളെ കൊണ്ട് നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് മുത്തച്ഛൻ പറഞ്ഞു. സ്കോളർഷിപ്പോ എന്ന് പറഞ്ഞവൻ ആമയെ അടിമുടി നോക്കി. ഇത് കണ്ടവൾ മനസ്സിൽ പറഞ്ഞു. എന്നെ എന്തിനെങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ നോക്കുന്നത്? എന്താ എല്ലാവരും ചേർന്ന് ഡ്രാമ കളിക്കുവാണോ? അവൾക്കറിയില്ലെങ്കിൽ എന്താ, നിങ്ങൾക്കറിയാമല്ലോ. അവൻ വീണ്ടും ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് റിസീവർ വാങ്ങി ലക്ഷ്മി പൊട്ടിത്തെറിച്ചു. ശരിക്കും നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നീയും അവളുടെ കൂടെ ജീവിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് അവൾ പഠിക്കാൻ കോളേജിൽ വന്നാൽ അതിന് നീ സമ്മതിക്കില്ലേ? സ്കോളർഷിപ്പോടെ അവൾക്ക് അവിടെയാണ് അഡ്മിഷൻ കിട്ടിയത്. നേരത്തെ അവളോട് നിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾ അങ്ങോട്ട് വരില്ലായിരുന്നു. അതുകൊണ്ടാ പറയാതിരുന്നത്. ഒന്നാമത് നിന്നെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം നശിച്ചു. അവളുടെ പഠിത്തം കൂടി നശിപ്പിക്കണോ നിനക്ക്? കോപത്തോടെ ലക്ഷ്മി ചോദിച്ചു. ഇത് കേട്ട് അവൻ പറഞ്ഞു. അവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. നീ വിളിച്ചാലും എന്റെ മരുമകളെ നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ അയക്കില്ല, ലക്ഷ്മി പറഞ്ഞു. അമ്മേ, അവൻ വിളിച്ചു. മതിയടാ മതി. നിന്റെ ഇഷ്ടത്തിന് നിന്നെ വളർത്തിയത് എനിക്ക് നീ നല്ല പേരാ വാങ്ങി തന്നത്. നാട്ടുകാർ മൊത്തം എന്നെ നോക്കി ചിരിക്കുവോ ഇപ്പോ? എന്റെ മരുമകൾ നല്ലവളായതുകൊണ്ട് അവർക്കൊക്കെ അവൾ നല്ല മറുപടി കൊടുത്തു. ഇപ്പോ പോലും അവളുടെ വീട്ടിൽ നിന്റെ കൂടെ ജീവിക്കാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാ അവൾ അവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. അവളെ ഇതിൽ കൂടുതൽ കഷ്ടപ്പെടുത്തരുത്, ലക്ഷ്മി പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത്, രോഹിത് പറഞ്ഞു. അതെന്റെ തെറ്റ് തന്നെയാ. നീ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് ഞങ്ങളുടെ തെറ്റാണ്. അതിന് ഞങ്ങൾ നല്ലോണം അനുഭവിച്ചു. ഇപ്പോ പോലും നിന്റെ വൈഫായിട്ടല്ല, മറിച്ച് ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അവൾ അവിടെ വന്നിരിക്കുന്നത്, ലക്ഷ്മി പറഞ്ഞു. സ്റ്റുഡന്റായി മാത്രം ഇരുന്നാ എല്ലാവർക്കും കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ഫോൺ വാങ്ങി അവൾ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ പ്രൊഫസറും നീ സ്റ്റുഡന്റുമാണ്. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് ആരോടും പറയരുത്. പിന്നെ എന്നെ കാണുമ്പോ ചിരിക്കുകയും ചുമ്മാ വന്ന് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല, അവൻ പറഞ്ഞു. ഞാനായിട്ടത് ഒരിക്കലും ആരോടും പറയില്ല. ഇവിടെ ഞാൻ പഠിക്കാൻ വന്നതാ. ഒരിക്കലും ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് വേഗം പോയി. അവൾ ദേഷ്യത്തോടെ പോകുന്നത് കണ്ട് അവൻ സ്വയം പറഞ്ഞു. രോഹിത്, നീ സ്റ്റഡി ആയിരുന്നോ? ഇവൾ എന്തോ ഒരു പ്ലാനോടെയാണ് വന്നിരിക്കുന്നത്. വീട്ടിലേക്കൊന്നും കൂട്ടിക്കൊണ്ടു പോയേക്കരുത്. വേഗം തിരിച്ചു വന്ന ആമിയെ കണ്ട് സ്വാതിയും ശിവയും, എന്താ ആമേ, നിന്റെ ചേട്ടനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടവൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. സ്വന്തത്തിനും ബന്ധത്തിനും ഒന്നും ഇവിടെ ടൈമില്ല. എന്ത്? സ്വാതിയും ശിവയും പരസ്പരം നോക്കി. ചുമ്മാ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു നോക്കിയതാ. നമുക്കൊന്നും സെറ്റാകില്ല. വാ, നമുക്ക് ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്ന് അറ്റൻഡൻസ് ഇടാം എന്നും പറഞ്ഞ് അവരെയും കൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് പോയി. പുതിയതായി വന്നതുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരിക്കുകയായിരുന്നു. ഓ, സമാധാനായി. ലേറ്റായി വന്നതുകൊണ്ട് ലാസ്റ്റ് ബെഞ്ച് കിട്ടില്ല എന്ന് പേടിച്ചു എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബെഞ്ചിൽ പോയി ആമി ഇരുന്നു. അത് കേട്ട് അവിടെ ഇരുന്ന എല്ലാവരും അവളെ നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു. ഓ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. എൻ്റെ പേര് അഭിരാമി. പിന്നെ ഇവർ ശിവ ആൻഡ് സ്വാതി. രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ട് സ്വാതി പറഞ്ഞു.
ശു, മര്യാദക്കിരിക്ക്. അതിനെന്താ ഇപ്പോ? എന്തായാലും ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്ന് നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അതിനു മുമ്പ് നമ്മൾ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ആമി ഉറക്കെ പറഞ്ഞു. അവിടെ ഇരുന്നവർ ഇത് കേട്ട് ഓരോരുത്തരായി വന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് കണ്ട് സ്വാതി പറഞ്ഞു, നിനക്കെന്തോ പവർ ഉണ്ടാമി. പിന്നെ അങ്ങനെ എന്തേലും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അത് യൂസ് ചെയ്ത് ഞാനൊരു PhD സർട്ടിഫിക്കറ്റ് വാങ്ങില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ അവിടേക്ക് വന്നു. അയാളെ കണ്ട എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു. അയാൾ എല്ലാവരോടും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അവരെല്ലാവരും ആമിയെ നോക്കി. അത് കേട്ട് ആദ്യം തന്നെ പോയി തന്നെപ്പറ്റി പറഞ്ഞ് അവൾ സീറ്റിൽ വന്നിരുന്നു. അതിനുശേഷം എല്ലാവരും ഇത് തന്നെ ചെയ്തു. അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞു. അല്ലാമേ, നീ കൊല്ലത്തു നിന്നാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കോളേജ് ഹോസ്റ്റലിലാണോ സ്റ്റേ എന്ന് സ്വാതി ചോദിച്ചു. ഇല്ല സ്വാതി, ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് അഡ്മിഷൻ എടുത്തത്. സോ ഹോസ്റ്റൽ വേക്കന്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലാണ് സ്റ്റേ. നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ? സ്വാതി ചോദിച്ചു. എന്നാ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കോ? ഉറപ്പാ. അത് കുഴപ്പമില്ലേ, ഞാൻ വരാം. ആമി കളിയാക്കി ചോദിച്ചു. എന്താ നീ പറയുന്നത്? സ്വാതി ചോദിച്ചു. എനിക്ക് കുറെ ഡ്രീംസ് ഉണ്ട്. അതിലൊന്ന് രാത്രി ഫുൾ ട്രിവാൻഡ്രം സിറ്റി ചുറ്റി കാണണമെന്നാണ്. ഇത് നിന്റെ വീട്ടിൽ പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് സിറ്റിയിൽ കറങ്ങാൻ പോവാം, ആമി പറഞ്ഞു. ഇത് കേട്ട് സ്വാതി തലയ്ക്ക് കൈ കൊടുത്തു. ഈ 2 ധ്രുവങ്ങളിലുള്ളവർ ഒന്നിച്ചു പോകുമോ? ആമി പാവമാണോ അതോ പ്രശ്നക്കാരിയാണോ? റോഹിത് ക്ലാസ് എടുത്ത മുഴുവൻ സമയവും ആമി അവിടെയും ഇവിടെയും ഒന്നും നോക്കാതെ ക്ലാസ് മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് കണ്ട് രോഹിത് ആലോചിച്ചു, ഇത്ര ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുന്നോ അതോ ഇനി എന്നെ എങ്ങാനും ആണോ അവൾ നോക്കുന്നത് എന്ന് സംശയിച്ച് അവൻ അവളെ എഴുന്നേൽപ്പിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവളാണെങ്കിൽ എല്ലാത്തിനും കറക്റ്റായി ആൻസറും പറഞ്ഞു. അത് കേട്ട് സിറ്റ് ഡൗൺ എന്നും പറഞ്ഞ് അവൻ ക്ലാസ് എടുക്കുന്നത് തുടർന്നു. അത് കഴിഞ്ഞ് അവൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും കറക്റ്റായി ആമി ആൻസറും പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെക്കുക, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് അവൻ പോകും വഴി ആമിയെ ഒന്ന് നോക്കി. എന്നിട്ട് അവിടുന്ന് പോയി. അവൻ അവിടുന്ന് പോയതും ആമി ഒന്ന് ശ്വാസം നേരെ വിട്ടു. അതുകണ്ട് സ്വാതി, എങ്ങനെ ആമി ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയത് എന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇതാണ് മോളെ പ്രൊഫസേഴ്സ് ലോജിക്. അവർ ഒരു തവണ നമ്മളെ തെറ്റായി ജഡ്ജ് ചെയ്താൽ പിന്നെ നമ്മളെ തെറ്റായി പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസും അവർ വെറുതെ കളയില്ല. ഓരോന്ന് തപ്പിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കരുതെന്ന് കരുതി സിൻസിയർ ആയിട്ടാ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത്, ആമി പറഞ്ഞു. യു ആർ എ പ്രോ ആമി എന്ന് സ്വാതി പറഞ്ഞു. ഞാനും ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചതാ, ബട്ട് എന്നോട് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായോ ആൻസർ പറയില്ലായിരുന്നു, ശിവ പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, പക്ഷെ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നത്? ഒരുപക്ഷെ നിന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നേൽ അതിന് ഞാൻ ആൻസർ പറഞ്ഞു തരില്ലേ, ആമി പറഞ്ഞു. ചങ്സ് ഡി, ശിവ പറഞ്ഞു. ഇത് നോക്കാമേ, സർ നല്ല സ്ട്രിക്റ്റ് ആണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിനൊന്നും നമുക്ക് പോകണ്ട. പറഞ്ഞത് നീ കേട്ടില്ലേ, പങ്ക്ച്വാലിറ്റിയും ഡിസിപ്ലിനും മുഖ്യമാണെന്ന് സ്വാതി പറഞ്ഞു. പ്രൊഫസർ എന്നാൽ സ്ട്രിക്റ്റ് ആയിരിക്കുന്നതും സ്റ്റുഡൻസ് എന്നാൽ ജോളിയായി ഇരിക്കുന്നതും നോർമലാണ്. ഇതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യ ദിവസം തന്നെ ഭയന്നാ പിന്നെ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യുക, ആമി പറഞ്ഞു. എന്നെ കൊന്നാലും നിന്റെ ധൈര്യം എനിക്ക് വരില്ല, സ്വാതി പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത ക്ലാസ് എടുക്കാൻ പ്രൊഫസർ വന്നു. ആരെന്ന് നോക്കിയപ്പോ അശോകായിരുന്നു അത്. അവനെ കണ്ടതും ആമി ചിരിച്ചു. സ്വന്തം ഭർത്താവ് നീ ആരോ ഞാൻ ആരോ എന്ന് വലിയ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയി. ഇനി ദത്തെടുത്ത ചേട്ടന എന്ന് പറഞ്ഞ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് മനസ്സിൽ ആമി പറഞ്ഞു. ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അശോക് പറഞ്ഞു, എന്തുപറ്റി? ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതാൻ തുടങ്ങിയോ എന്ന് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എല്ലാവരും ചിരിക്കുന്നത് നോക്കി നിൽക്കെ അവൻ ആമിയെ കണ്ടു. എന്താ ആമേ, ക്ലാസ് ഒക്കെ സെറ്റായോ എന്നവൻ ചോദിച്ചു. അത് കേട്ട് മുഴുവൻ ക്ലാസ്സും ആമിയെ നോക്കി. അതെ ചേ എന്നു പറയാൻ വന്ന അവൾ പിന്നെ അത് അതെ സർ എന്നാക്കി. ശരിക്കും ഞാനിത് ആമയോട് മാത്രമല്ല നിങ്ങൾ എല്ലാവരോടും ചോദിക്കേണ്ടതാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് അഭിരാമിയുടെ പേര് മാത്രമേ അറിയൂ, അശോക് പറഞ്ഞു. നിങ്ങളുടെ നെയിംസ് പറഞ്ഞാൽ ഞാൻ അത് നോട്ട് ചെയ്തോളാം. ഇതും പറഞ്ഞ് അവൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടു നിന്നു. ക്ലാസ്സിൽ വന്ന് ഫുൾ ടൈം ക്ലാസ് എടുത്ത രോഹിത്തിനേക്കാളും എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച അശോകിനെയാണ് എല്ലാവർക്കും ഇഷ്ടായത്. ഇത് നോക്ക്, ഇവിടെ UG പഠിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്
എന്നു പറഞ്ഞ് അശോക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ മാസവും കുറച്ച് കോമ്പറ്റീഷൻസ് നടത്തും. അതിൽ ആർക്ക് വേണമെങ്കിലും ചേരാം. അതിൽ ആരാണോ കൂടുതൽ ജയിക്കുന്നത് അവർക്ക് ട്രോഫി മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഇയർ പട്ടവും കിട്ടും. സോ എല്ലാവരും അവരവരുടെ കഴിവ് അതിൽ തെളിയിക്കണം, അശോക് പറഞ്ഞു. സോ ഇനീഷ്യേറ്റീവ് എന്ന് ആമി പറഞ്ഞു. ഷീ ഈസ് സോ ഇറസ്പോൺസിബിൾ. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ ലേറ്റ് ആയി വന്നിരിക്കുന്നു എന്നവളെ മനസ്സിൽ വഴക്ക് പറയുകയായിരുന്നു രോഹിത്. ലേറ്റ് ആയി വന്നാൽ എന്താ, നീ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം അവൾ ആൻസർ പറഞ്ഞില്ലേ എന്നവന്റെ മനസാക്ഷി തിരിച്ചു ചോദിച്ചു. ആൻസർ പറഞ്ഞ മാത്രം മതിയോ? അവൻ വീണ്ടും ചോദിച്ചു. ഇപ്പോൾ ശരിക്കും നിനക്ക് എന്താ പ്രശ്നം? അവൾക്കും നിനക്കും ഒരു കണക്ഷനും ഇല്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അവളെ പറ്റി ആലോചിക്കുന്നത്? ക്ലാസ്സിൽ മൊത്തം 50 പേരുണ്ട്. അതിൽ പുതുതായി 30 പേർ വന്നു. അതിലും ലേറ്റായി വന്നത് 3 പേർ. എന്നാൽ അവരെ എല്ലാം വിട്ടിട്ട് അവളെക്കുറിച്ച് മാത്രം എന്തിനാ നീ ചിന്തിക്കുന്നത്? അവന്റെ മനസാക്ഷി അവനോട് ചോദിച്ചു. ഇത് കേട്ട് ഇനി അവളെക്കുറിച്ച് ഓർക്കരുതെന്ന് ഉറപ്പിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ അവൻ പോയി. അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് അശോക് വെളിയിൽ വന്നു. ടെൻഷനടിച്ചു വരുന്ന രോഹിത്തിനെ കണ്ട് അശോക് ചിന്തിച്ചു, ഇവൻ ഇതെന്താ പറ്റിയത്? ചൂടെണ്ണയിൽ വീണ പോലെയാണല്ലോ നടക്കുന്നത്. അപ്പോഴേക്കും കോളേജ് ടൈം കഴിഞ്ഞതിനാൽ എല്ലാവരും വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കും പോയി. ഓക്കെ ആമി ആൻഡ് സ്വാതി, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുക, നാളെ കാണാം എന്ന് പറഞ്ഞ് ശിവ പോയി. അവൻ പോയതും ശരി, നീ ഇനി എങ്ങനെയാ പോകുന്നത്? കോളേജ് ബസ്സിലാകും അല്ലേ? ആമി സ്വാതിയോട് ചോദിച്ചു. അതെ അതെ, ഔട്ട് ബസ് ഒന്നും അമ്മ സമ്മതിക്കില്ല, സ്വാതി പറഞ്ഞു. അപ്പൊ ശരി, എന്നാ നീ പോയിക്കോ എന്ന് ആമി പറഞ്ഞു. ഞാൻ പോകുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എങ്ങനെയാ പോകുന്നത്? സ്വാതി ചോദിച്ചു. അതൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചില്ല. ഇപ്പൊ ക്യാൻറ്റീനിൽ നിന്ന് ചൂടോടെ ഒരു സമോസ കഴിക്കാൻ പോവുക. അതിനുശേഷം എന്തു തോന്നുവോ അത് ചെയ്യും, ആമി പറഞ്ഞു. കളിക്കില്ലേ ആമി എന്ന് ദേഷ്യത്തോടെ സ്വാതി പറഞ്ഞു. ഏയ്, ഞാൻ സത്യമാ പറഞ്ഞ്, ഇപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പോകാൻ പ്ലാനില്ല എന്ന് ആമി പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വാ, സ്വാതി പറഞ്ഞു. ഉറപ്പായും ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിൽ വരും. ബട്ട് ഇപ്പൊ എനിക്ക് ചൂടോടെ ഒരു സമൂസ കഴിക്കണം, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സോ ഞാൻ ക്യാൻറ്റീനിൽ പോട്ടെ, നീ കോളേജ് ബസ്സിൽ വീട്ടിലേക്ക് വയ്ക്കോ. അതും പറഞ്ഞ് ആമി പോയി. ഇവളോട് ആരും ഒന്നും ചോദിക്കാറില്ലേ എന്നാലോചിച്ച് സ്വാതി ബസ് കയറാൻ പോയി. രാവിലെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയതിന് അത്ര പ്രശ്നം ഉണ്ടാക്കി അവൻ ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് അരമണിക്കൂറായിട്ടും വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നു. ലൈബ്രറിയിലിരുന്ന് അശോക് പറഞ്ഞു. കീപ് സൈലൻസ്. തന്റെ മുന്നിലിരുന്ന പുസ്തകത്തിൽ മുഴുകിക്കൊണ്ട് രോഹിത് പറഞ്ഞു. കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് അശോക് വീണ്ടും പറഞ്ഞു. ഉച്ചയ്ക്കോ ഞാനൊന്നും കഴിച്ചില്ല. ഇപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മരണത്തിന് നീയാണ് കാരണമെന്ന് ഞാൻ ലെറ്റർ എഴുതി വെക്കും, അശോക് പറഞ്ഞു. ഇതു കേട്ട് ബുക്ക് അടച്ചിട്ട് രോഹിത് പറഞ്ഞു. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലെ, വാ പോകാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അവന് പുറകെ അശോകും ഇറങ്ങി. ക്യാൻറ്റീനിൽ വല്ലതും ഉണ്ടോന്ന് നോക്കാം, കഴിക്കുമോ എന്ന് രോഹിത് ചോദിച്ചു. ഈ ടൈമിൽ ക്യാൻറ്റീനിലെ ചായ തണുത്ത് കാണും, സാധാരണ പോകാറുള്ള ടീ ഷോപ്പിലേക്ക് പോകാം, അശോക് പറഞ്ഞു. ഇപ്പൊ നിനക്ക് വിശപ്പൊന്നുമില്ലേ എന്ന് പറഞ്ഞ് രോഹിത് ബൈക്ക് എടുത്തു. അശോകും അവന്റെ പിന്നിൽ കയറി. അവൻ ബൈക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആമി ക്യാൻറ്റീനിൽ നിന്ന് വെളിയിൽ വന്നത്. അത് ബൈക്കിന്റെ കണ്ണാടിയിൽ കണ്ട രോഹിത് സഡൻ ബ്രേക്ക് പിടിച്ചു. അപ്പോൾ അശോക് വന്ന് രോഹിത്തിന്റെ പുറകിലിടിച്ചു. എന്താടാ, അശോക് ചോദിച്ചു. ഇത്ര നേരമായിട്ടും ഹോസ്റ്റലിൽ പോകാതെ ഇവളിവിടെ എന്ത് ചെയ്യുവാ? അതുമാത്രമല്ല, ഹോസ്റ്റൽ അപ്പുറത്തല്ലേ, ഇവളെന്താ വെളിയിലേക്ക് പോകുന്നത്? രോഹിത് ആലോചിച്ചു. നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്താ പറ്റിയേ? അശോക് ചോദിച്ചു. അപ്പോൾ അവൻ അശോകിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്തുപറ്റിയടാ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് അശോക് ബൈക്കിൽ നിന്ന് ഇറങ്ങി. ബൈക്ക് ശരിയാക്കുന്നത് പോലെ കാണിച്ചെങ്കിലും അവന്റെ നോട്ടം മുഴുവൻ ആമിയിലായിരുന്നു. എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാതെ കയ്യിലിരുന്ന ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് നടന്നുപോയി. അതുകണ്ട് രോഹിത്തിന് വീണ്ടും ദേഷ്യം വന്നു. രോഹിത് ആമിയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുമോ?